നമ്മള് ഹെൽത്ത് സെന്ററിന്ന് പ്രഗ്നൻസി കിറ്റ് മേടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മൾ റെഗുലർലി കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഇന്ന് അനോമലി സ്കാൻ ആൻഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉള്ള ദിവസാണ് ട്ടോ. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് എടുക്കാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഞാൻ. ബിക്കോസ് എന്റെ ഛർദി മാറിയിട്ടില്ല. വെള്ളം കുടിച്ചാ അപ്പൊ ഛർദിക്കുന്ന ഒരാളാണ് ട്ടോ. അതിലും മധുരവെള്ളം കൂടി ആവുമ്പോ ഒട്ടും പറ്റില്ല. എനിക്ക് പ്രഗ്നന്റ് ആയതിന്റെ ശേഷം മധുരം അടുത്തുകൂടെ പോലും പോകാൻ പാടില്ല. എന്തെങ്കിലും മധുരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഛർദ്ദിക്കും. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് വീണ്ടും കുടിക്കേണ്ടി വരും ട്ടോ. ഭാഗ്യവശാൽ അന്ന് ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ അങ്ങനെ അനോമലി സ്കാൻ എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ഒരു രക്ഷയില്ല ട്ടോ. കുട്ടി കമിഴ്ന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അതുകൊണ്ട് ഹാർട്ടും ഫേസും കാണാൻ പറ്റിയില്ല. ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ കണ്ടുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എന്നെ ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ടും ഒരു രക്ഷയില്ല ട്ടോ. 4 പ്രാവശ്യത്തോളം ഒരേ ദിവസം ഞങ്ങൾക്ക് സ്കാൻ ചെയ്തു. പിന്നെ ഇനി നടക്കില്ലാന്ന് മനസ്സിലായതുകൊണ്ട് ഡോക്ടർ ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും ഒക്കെ കൊടുത്തിട്ട് പോവാൻ പറഞ്ഞു. നാളെ വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് ട്ടോ. ഇത് ഡേ 2. ഇന്നെങ്കിലും ഒരു കുഴപ്പമില്ലാതെ റിപ്പോർട്ടൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കിട്ടി. പക്ഷെ ഒരു എക്സ്ട്രാ ഇൻജെക്ഷനും കൂടി ഇടാൻ പറഞ്ഞു ട്ടോ. ടിടി ഇൻജെക്ഷനാണ്. ഇനി ഇതിന്റെ വേദനയും കൂടി സഹിക്കണം.